ഹലോ, ഇന്ന് നമ്മൾ എംബ്രോയിഡറിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഉഷ ജനോമി അല്ലുവർ ഡീലക്സ് മെഷീൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ എംബ്രോയിഡറി ചെയ്യുന്നത്. ഇതുപോലെ സോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനായി നമ്മൾ ഉഷ ജനോമി അല്ലുവർ ഡീലക്സിന്റെ ഈ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനു മുമ്പും എംബ്രോയിഡറിയുടെ ധാരാളം ക്ലാസുകൾ ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ്ങിൽ തുടക്കക്കാരായ ആളുകൾക്കും സ്റ്റിച്ചിങ് ഓൾറെഡി അറിയുന്നവർക്കുമെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ മറക്കാതെ തന്നെ ചാനലിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സ്ക്രീനിൽ കാണിച്ചിരുന്നത് പോലെ തന്നെ ഒരു ഫ്രെയിമാണ്. അത് നമുക്ക് 5 ഇഞ്ച് മുതൽ 8 ഇഞ്ച് വരെയുള്ള ഏത് ഫ്രെയിം വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് 5 ഇഞ്ചിന്റെ ഫ്രെയിമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് 8 ഇഞ്ചിന്റേതും എടുക്കാം. ഇനി നമുക്ക് എംബ്രോയിഡറി ചെയ്യാനായി എടുക്കുന്ന ക്ലോത്തിനെ കുറിച്ച് പരിചയപ്പെടാം. ഈ ഒരു ക്ലോത്ത് അത്യാവശ്യം കട്ടിയുള്ള എന്നാൽ കംപ്ലീറ്റ് കോട്ടണുമല്ലാത്ത ഒരു മിക്സഡ് ഫാബ്രിക് ആണ്. തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ ആദ്യം തന്നെ എടുക്കേണ്ടത് കോട്ടൺ ആണ്. അതായത് കോട്ടൺ ക്ലോത്ത് നമുക്ക് പിടിച്ചാൽ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ക്ലോത്താണ്. അതുകൊണ്ട് ആദ്യമായി പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കോട്ടൺ ക്ലോത്ത് തന്നെ യൂസ് ചെയ്യണം. പോളിസ്റ്റർ പോലുള്ള ക്ലോത്തുകൾ കഴിവതും ഒഴിവാക്കണം. കാരണം അതിൽ എംബ്രോയിഡറി ചെയ്യാൻ നല്ല പാടാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്ലോത്ത് ഫ്രെയിമിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. സാധാരണ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്യുമ്പോൾ ഫ്രെയിമിലേക്ക് ക്ലോത്ത് വെക്കുന്നത് പോലെ തന്നെയാണ് ഇതിലും വെക്കേണ്ടത്. പക്ഷേ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് കാണിക്കാം. അധികം വീതി കൂടിയതും നീളം കൂടിയതുമായ ക്ലോത്ത് നിങ്ങൾ ഒരിക്കലും തുടക്കത്തിൽ തന്നെ പഠിക്കാൻ യൂസ് ചെയ്യരുത്. കാരണം അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി വലിയ ക്ലോത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രെയിമിലേക്ക് പാകമാക്കി കുറച്ചധികം ഭാഗങ്ങൾ പുറത്തേക്കുമിട്ട് അത് കട്ട് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ക്ലോത്ത് ഫ്രെയിമിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഭാഗത്തേക്കും കുറച്ച് ക്ലോത്ത് പുറത്തേക്കാക്കി ഇടണം എന്നുള്ളതാണ്. കാരണം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിച്ച് മുറുകിയിരിക്കുന്ന രീതിയിലാണ് വേണ്ടത്. അത്യാവശ്യം ടൈറ്റ് ഇല്ലാത്ത രീതിയിലായാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഫ്രെയിമിൽ നല്ല ടൈറ്റായിട്ട് തന്നെ വെക്കണം. അത് നിങ്ങൾ സ്ക്രൂ ഒന്നുകൂടെ മുറുക്കി കൊടുത്താൽ നല്ല രീതിയിൽ ടൈറ്റായിട്ട് തന്നെ കിട്ടും. അത് നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ടുണ്ടോ ഇതുപോലെ സ്ക്രൂ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നന്നായിട്ട് മുറുക്കി കൊടുത്താൽ മാത്രം മതി. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് മുറുക്കാൻ സാധിക്കും. ഇനി ഈ ഒരു സംഭവം വളരെ ടൈറ്റായിട്ടാണ്, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര പാടാണ് തിരിക്കാൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തു നോക്കിയാൽ തന്നെ അത് പെട്ടെന്ന് സ്മൂത്തായി കിട്ടും. നിങ്ങളുടെ നല്ല ക്ലോത്ത് വെച്ചിട്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഓയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി അത് തുടച്ചതിനു ശേഷം മാത്രമേ നിങ്ങളുടെ നല്ല ക്ലോത്ത് അതിലേക്ക് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഏത് തരത്തിലുള്ള പിക്ചറാണ് ഈ ഒരു ക്ലോത്തിലേക്ക് വരച്ചു കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അതിനായി ഞാനിവിടെ സ്റ്റാൻഡേർഡ് കമ്പനിയുടെ ഒരു പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ക്ലോത്തിൽ നല്ല രീതിയിൽ തന്നെ വരയ്ക്കാൻ സാധ്യമാവും. പക്ഷേ രണ്ടും ഡാർക്ക് ആയതുകൊണ്ട് തന്നെ ഡിസൈൻ വരച്ചത് ഒട്ടും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ക്ലോത്തിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പെൻസിൽ കളേഴ്സ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഒരു ടൈപ്പ് ഓഫ് പെൻസിൽസ് എല്ലാ കളേഴ്സിലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു പെൻസിൽ നമ്മൾ ഇതുപോലെയാണ് അഴിച്ചു കൊടുക്കേണ്ടത്. ഒരിക്കലും ഷാർപ്പനർ ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ജസ്റ്റ് ഒന്ന് ആ നൂല് വലിച്ചാൽ തന്നെ അത് താഴോട്ട് വരും. അതിനുശേഷം നമുക്ക് ഈ കവറിങ് ഇതുപോലെയൊന്ന് ചുരുട്ടിയെടുത്താൽ മാത്രം മതി. നല്ല ഡാർക്ക്നെസ് ഉള്ള ക്ലോത്തുകളിൽ നമ്മൾ ലൈറ്റായിട്ടുള്ള പെൻസിലാണ് എടുക്കേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ അതല്ലാതെ എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് തെളിഞ്ഞ് കാണാതിരുന്നാൽ നിങ്ങളുടെ ഡിസൈനിനെയൊക്കെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറോ അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സോ യൂസ് ചെയ്യൂ. ഡിസൈൻ നോർമൽ തന്നെ വരക്കാൻ കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് അത് വരച്ചു കൊടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ട്രേസിംഗ് പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് വരച്ചു കൊടുത്താലും മതി. നിങ്ങളുടെ കഴിവിനും ഇഷ്ടത്തിനും അനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഫാബ്രിക്കിൽ ആവശ്യമുള്ളതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുമായ ഏതെങ്കിലും ഒരു ഡിസൈൻ ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫ്രെയിമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്.
കാരണം നമ്മൾ മെഷീനിൽ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സാധാരണ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുമ്പോൾ മറ്റേ ഭാഗമാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. നല്ല ഫാബ്രിക്കുകൾ എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും എംബ്രോയിഡറി ചെയ്യുമ്പോഴും എല്ലാം മെഷീൻ നല്ല രീതിയിൽ തന്നെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം മെഷീനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ഡസ്റ്റ് എല്ലാം നിങ്ങളുടെ ക്ലോത്തിലാവാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കൂ. ഉഷ ജനോമി അല്ലൂർ DLXൻ്റെ ഈ ഒരു മെഷീൻ എങ്ങനെയാണ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആവശ്യമുള്ള കാണാത്തവരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അതൊന്ന് പോയി ചാനലിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലെ എല്ലാ ഭാഗങ്ങളും ഒന്ന് നല്ല രീതിയിൽ തന്നെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ സ്റ്റിച്ചിങ് പരിപാടിയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് മെഷീൻ ഒന്ന് സെറ്റ് ചെയ്യുന്നത്, അതായത് ഇതിൻ്റെ സെലക്ടറും ലെങ്ത്തും ഏതൊക്കെ രീതിയിലാണ് കൊടുക്കുന്നത് എന്നും കൂടെ നോക്കാം. വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ തുടക്കക്കാരായ സ്റ്റിച്ചിങ് അറിയാവുന്ന ആളുകളാണെങ്കിൽ ഇത് നന്നായി തന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പല ഭാഗങ്ങളും നിങ്ങൾക്ക് മിസ് ചെയ്യും. ഓൾറെഡി മെഷീനിലുള്ള ഫൂട്ട് ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബാക്ക് ഭാഗത്തുള്ള ഭാഗമൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഫൂട്ട് സാധാരണ റിമൂവ് ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് എംബ്രോയിഡറിയിൽ ഈ ഫൂട്ടുകളുടെയൊന്നും ആവശ്യമില്ല. ഫൂട്ട് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി തന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ശരിക്കൊന്ന് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് സൂചിയൊന്ന് പൊക്കാൻ വേണ്ടിയാണ് ഈ വീലൊന്ന് ജസ്റ്റ് മുകളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പ്രഷർ ഫൂട്ട് സിമ്പിളായിട്ട് തന്നെ എടുക്കാം. ഇനി ഫൂട്ടുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഞാൻ റോൾഡ് ഹെമ്മിങ്ങിൻ്റെയും അതുപോലെ നോർമൽ ഫൂട്ടിൻ്റെയും എല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോസും കൂടെ വാച്ച് ചെയ്യാൻ മറക്കരുത്. മാത്രവുമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ആവശ്യക്കാരായിട്ട് തോന്നുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ പ്രഷർ ഫൂട്ടിൻ്റെ ആ ഒരു ഭാഗവും നമുക്ക് ഉഷ ജനോമിയുടെ ഈ കിറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ പോലുള്ള യൂസ്ഫുള്ളാണ് അതിനുള്ളത്. ആ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് തന്നെ ഊരിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അത് ടൈറ്റ് ചെയ്യാനും അത് വളരെ യൂസ്ഫുള്ളാണ്. ഇനി നിങ്ങളുടെ ഊരിയെടുത്ത പ്രഷർ ഫൂട്ടും ആ ഒരു സ്റ്റാൻഡും എല്ലാം നിങ്ങൾ കൃത്യമായി തന്നെ ഈ ഒരു കവറിലോ അല്ലെങ്കിൽ പോവാത്ത ഒരിടത്ത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. അതിനുശേഷം ഈ ഒരു ഭാഗത്തുള്ള സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്ന സമയത്ത് ആ സ്ക്രൂ ഇറങ്ങിപ്പോരുകയോ മറ്റ് പ്രയാസങ്ങളോ ഉണ്ടാവും. ഇനി നമുക്ക് എന്തൊക്കെയാണ് മെഷീനിൽ ചെയ്യേണ്ടുന്ന സെറ്റിങ്സ് എന്ന് നോക്കാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് 1ലാണ് കൊടുത്തത്. ഇനി സെലക്ടർ നമുക്ക് എയിൽ കൊടുത്താലും റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് കിട്ടുന്നത്, ബിയിൽ കൊടുത്താലും റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഔട്ട്ലൈൻ ചെയ്യാനായി എയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഷീൻ്റെ ഈ ഒരു പല്ല് ഭാഗമാണ്. ഈ ഒരു പല്ല് ഭാഗം നമ്മൾ സാധാരണ സ്റ്റിച്ചിങ്ങിൽ നമുക്ക് യൂസ്ഫുള്ളാണ്. പക്ഷേ എംബ്രോയിഡറി ചെയ്യുമ്പോൾ അത് നമുക്ക് വളരെ ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് താഴ്ത്തി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു പല്ല് താഴ്ത്തി കൊടുക്കുന്ന കാര്യം പല ആളുകൾക്കും അറിയുകയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ എംബ്രോയിഡറിയിൽ ആ ഒരു ഫിനിഷിങ് കിട്ടാറുമില്ല. വീഡിയോയിൽ കാണിച്ചതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു പല്ല് താഴ്ത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ. കാര്യമായിട്ട് ഒന്നുമില്ല, സ്ക്രീനിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെയാണ്. ഇവിടെ നമുക്ക് എയോ ബിയോ അല്ലെങ്കിൽ ബട്ടൺ ഹോളിൻ്റെ ഫസ്റ്റിലെ സ്റ്റിച്ചോ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ ഇതുപോലെ ബട്ടൺ ഹോൾ സെലക്ട് ചെയ്യുന്നത് വളരെ ഭംഗിയിൽ കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലെങ്ത്ത് നമ്മൾ 0 to 1 ഇടയിലാണ് കൊടുക്കേണ്ടത്. ചില ആളുകൾ 1ൽ കൊടുക്കാറുണ്ട്, ചിലർ അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ 0 to 1 തന്നെ ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തും കൺഫ്യൂഷൻ വേണ്ട. ഈ ഒരു ഭാഗം നമ്മൾ 4ൽ ഇട്ടുകൊണ്ടാണ് സാധാരണ സ്റ്റിച്ച് ചെയ്യാറുള്ളത്. പക്ഷേ നമുക്ക് എംബ്രോയിഡറിയിൽ അവിടെ 1 ആണ് ഇടുന്നത്. ഇതുപോലെ നമുക്ക് എയിലും ഇടാം, ബട്ടൺ ഹോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബട്ടൺ ഹോളിൻ്റെ സ്റ്റിച്ചും ഇടാം. നമുക്ക് ഉള്ളിലുള്ള എംബ്രോയിഡറി ചെയ്യുന്നതിനായിട്ടാണ് സി സെലക്ടറിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഔട്ട്ലൈനിനല്ല, ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നതിനായിട്ട് സി ആണ്
യൂസ് ചെയ്യാറുള്ളത്. അവർ സിഗ്സാഗ് സ്റ്റിച്ചായിട്ടാണ് നമുക്ക് കിട്ടാറ്. ഇവിടെ നമ്മൾ ഓൾറെഡി ഈ ഒരു ലെങ്ത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 0 to 1 സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി നമുക്ക് ഓരോ ഫങ്ഷൻസുകളും എല്ലാ സ്റ്റിച്ചസും ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് അത് വരുന്നത് എന്ന് കൃത്യമായി തന്നെ മെഷീൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള ഫ്രെയിമിൽ ഉള്ള ക്ലോത്ത് എടുക്കാം. ഇനി നമുക്ക് എംബ്രോയ്ഡറി എങ്ങനെയാണ് ഫിനിഷിങ്ങോടെ ചെയ്യുക എന്നും കൂടെ നോക്കാം. ഇപ്പോൾ നമ്മൾ മെഷീനിൽ കൊടുക്കേണ്ടുന്ന എല്ലാ സെറ്റിങ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഷീൻ ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിലും ചെയ്യുന്നതിന് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് തുടക്കക്കാരായ ഒരുപാട് ആളുകളുണ്ട് വീഡിയോ കാണുന്നവർ, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. ഇനി നമുക്ക് നൂല് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിന് ഏത് രീതിയിലുള്ള നൂലാണോ ആവശ്യം അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചില ആളുകൾ സിൽക്ക് ത്രെഡാണ് യൂസ് ചെയ്യാറുള്ളത്, പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നോർമൽ ത്രെഡിൽ തന്നെയാണ്. നോർമൽ ത്രെഡിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വളരെ സിമ്പിളായിട്ട് തന്നെ സാധിക്കും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു യെല്ലോ കളർ നൂല് ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് റെഡ് കളറാണ് കൊടുക്കുന്നത്. കാരണം ഗ്രീൻ കളറാണ് എൻ്റെ ഫാബ്രിക്, അതുകൊണ്ട് അതിലേക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഞാൻ റെഡാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയായിട്ടായിരിക്കും ഇത് കിട്ടുന്നത്. ഇനി ഈ ഒരു മെഷീനിൽ എങ്ങനെയാണ് നൂൽ കോർക്കുന്നത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒട്ടും അറിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇത് ശ്രദ്ധിച്ച് വാച്ച് ചെയ്യുക. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ റീപ്ലേ ചെയ്തതിന് ശേഷം കാണുക. മെഷീനിൽ തന്നെ കൃത്യമായി ആരോകളെല്ലാം യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒട്ടും അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഇത് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. നമുക്ക് ഈ ഒരു മെഷീൻ്റെ വീല് ഇതുപോലെ മുകളിലേക്ക് ആക്കി കൊടുക്കുമ്പോൾ ഈ ഒരു സംഭവം നൂലിടാനുള്ള ഇവിടെയും കൂടെ കോർക്കാനുണ്ട്. ആ ഒരു ഭാഗം നമുക്ക് പൊങ്ങി വരും. സാധാരണ രീതിയിൽ അത് താഴ്ന്നായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതൊന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം സ്ക്രീനിൽ കാണിക്കുന്നത് പോലെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് നൂലൊന്ന് വലിച്ചെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് സൂചിയിൽ വളരെ സിമ്പിളായിട്ട് നൂൽ കോർക്കാവുന്നതേയുള്ളൂ. ഈ ഒരു സെറ്റിങ്സ് യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് ഇതിൽ കാണിക്കുന്ന സെറ്റിങ്സ് യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് സിമ്പിളായിട്ട് തന്നെ നൂൽ കോർക്കാവുന്നതാണ്. പക്ഷേ എനിക്കെപ്പോഴും ഫേവറബിൾ ഇതുപോലെ സാധാരണ കൈകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ താല്പര്യം അതിനനുസരിച്ച് തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നൂല് ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇതിൽ കോർത്തെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ റൗണ്ട് ഭാഗം, അതായത് സെൻറ്ററിലുള്ള റൗണ്ട് ഭാഗം ഒന്ന് എങ്ങനെയാണ് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നത് എന്ന് നോക്കാം. അതിനായി നമ്മൾ സൂചി ഈ ഒരു ഭാഗത്തായി പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ നൂല് പതുക്കെ ഒന്ന് വലിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അവിടെ വേണമെങ്കിൽ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം ആക്കാം. അത് നിങ്ങളുടെ താല്പര്യാർത്ഥമാണ് ചെയ്യേണ്ടത്. ഇനി അങ്ങനെ അല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ തുടക്കക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് സൂചി കൃത്യമായി വരിക എന്നറിയില്ല. ഇനി നമുക്ക് സിമ്പിളായി ഈ ഒരു ഫ്രെയിം ഇതുപോലെയൊന്ന് മൂവ് ചെയ്തുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. തുടക്കക്കാരായ ആളുകൾക്ക് ഒരിക്കലും പെട്ടെന്ന് തന്നെ ഈ ഒരു മൂവിങ് കറക്റ്റ് ആവുകയില്ല. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ എല്ലാം പെർഫെക്റ്റ് ആവണമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. എല്ലാം നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ചാണ് ഭംഗി കൂടുന്നത്. ഒരുപാട് തവണ നമ്മൾ ശ്രമിച്ചു നോക്കുമ്പോഴാണ് നല്ല പെർഫെക്ഷനോട് കൂടി നമുക്ക് കിട്ടുകയുള്ളൂ. ഏതൊരാളുടെയും സക്സസ്സിന് പിന്നിൽ ഒരുപാട് തവണ ചെയ്തിട്ടുള്ള പരിശ്രമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആരും തളരേണ്ടതില്ല. തുടക്കത്തിൽ ഒരുപാട് മിസ്റ്റേക്സ് നമുക്ക് സംഭവിക്കും. അതൊക്കെ സ്വാഭാവികമാണ്, എല്ലാവരിലും ഉണ്ടാവുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ തളരാതെ നിങ്ങൾ കോൺഫിഡൻസോടു കൂടി മുന്നോട്ട് പോവുക. എന്ത് കാര്യമാണെങ്കിലും എനിക്കത് നേടണം എന്ന ഉത്തമ വാശിയോടുകൂടി അത് ചെയ്യാനുള്ള ഒരു മനസ്സും പെർസിവറൻസും ഒക്കെ നിങ്ങൾക്ക്, സ്ഥിരോത്സാഹവും എല്ലാം നിങ്ങൾക്ക് വേണ്ടതാണ്. ഈ ഒരു ഉഷ ജനോമി അല്യൂർ DLX മെഷീൻ ഒരു ഫാഷൻ മേക്കർ ആണെങ്കിലും ഇത് കംപ്ലീറ്റ് ഒരു എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുന്ന മെഷീനല്ല. പക്ഷേ അതിൻ്റെ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനനുസൃതമായ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ എംബ്രോയ്ഡറി മെഷീനിൽ ചെയ്യുന്ന അതേ സെയിം എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു മെഷീനിൽ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഈ ഒരു ഫ്രെയിം ഏതൊക്കെ രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നു എന്നതിലാണ്.
അതുകൊണ്ട് മെഷീനുമായി ഒട്ടും അറിയാത്തവരാണെങ്കിൽ ഒരു പഴയ ക്ലോത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു പഠിക്കാം. അതുമല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാനും സർക്കിൾ വരക്കാനും അതുപോലെ ഷേപ്സുകളെല്ലാം ഒന്ന് ജസ്റ്റ് വരച്ച് അതെല്ലാം ഒന്ന് കൃത്യമായി വരക്കാൻ കഴിയുന്നുണ്ടോ മെഷീനിൽ എന്ന് നോക്കിയാൽ മതി. അതുപോലെ ഫാബ്രിക്കിൽ ചിത്രം വരക്കാൻ തീരെ അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിൻട്രസ്റ്റിൽ നിന്നും പിക്ചേഴ്സ് എടുക്കാം. അതായത് ഫ്ലവേഴ്സിൻ്റെതാണെങ്കിൽ ഫ്ലവേഴ്സ് ഡ്രോയിങ് എന്നും അങ്ങനെ ഏത് രീതിയിലുള്ള പിക്ചേഴ്സ് വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്താൽ പിൻട്രസ്റ്റിൽ നിന്നും സിമ്പിളായിട്ട് തന്നെ കിട്ടും. അതുപയോഗിച്ച് നമുക്ക് പേപ്പർ കോപ്പി എന്നുള്ള ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്താൽ മതി. ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് പേപ്പർ കോപ്പിയിലൊന്ന് ചെയ്തു വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ക്ലോത്തിലേക്ക് വരച്ചെടുക്കാൻ സാധിക്കും. ഇനി ആദ്യം തന്നെ ക്ലോത്തിലേക്ക് വരച്ചെടുക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് അതിന് മുകളിലേക്ക് വെച്ച് ചെയ്താൽ മതി. അതായത് പേപ്പർ കോപ്പി ആപ്പ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഏത് പിക്ചറും സ്കെച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനായി നമ്മൾ ചെയ്യേണ്ടത് പേപ്പർ കോപ്പി ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് അതിലൊന്ന് ഓപ്പൺ ചെയ്താൽ മതി. അതിൽ ലോക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, സ്ക്രീനിൽ തന്നെ കാണിക്കും. ആ ഒരു ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും റൊട്ടേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ സ്ക്രീന് ഇളകിയാലോ ഒന്നും നമുക്ക് ഒരു പ്രശ്നവും വരില്ല. മാത്രവുമല്ല ഫോണിൻ്റെ ബ്രൈറ്റ്നസ് നല്ല രീതിയിൽ കൂട്ടി വെക്കുക. എന്നാൽ നിങ്ങൾക്ക് തെളിഞ്ഞ് തന്നെ കാണും. പേപ്പറിലാണെങ്കിലും ക്ലോത്തിലാണെങ്കിലും ഒക്കെ തെളിഞ്ഞ് കാണും. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ അത് ഫാബ്രിക്കിലേക്കാണെങ്കിലും പേപ്പറിലേക്കാണെങ്കിലും സ്കെച്ച് ചെയ്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും. വളഞ്ഞും പുളഞ്ഞുമുള്ള ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള പിക്ചേഴ്സൊക്കെ ആണെങ്കിൽ അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഈസിയായി ഇതുപോലെ ഫാബ്രിക്കിലേക്കും അതുപോലെ തന്നെ പേപ്പറിലേക്കുമെല്ലാം കോപ്പി ചെയ്യാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഒട്ടുമിക്ക ആളുകളും ഇത് യൂസ് ചെയ്യുന്നതും അതുപോലെ ഫാബ്രിക്കിൽ പെയിൻറ്റിങ് യൂസ് ചെയ്യുന്ന ആളുകൾക്കും ഇത് വളരെ യൂസ്ഫുൾ ആണ്. അതായത് പെയിൻറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയാമായിരിക്കും, പക്ഷേ പിക്ചേഴ്സ് വരയ്ക്കാൻ നല്ല രീതിയിൽ അറിയാത്തവർക്ക് ഈ ഒരു ആപ്പ് നല്ല ഹെൽപ്ഫുൾ ആണ്. ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൂചി കുത്തി നിർത്തിയിട്ട് വേണം ഓരോ വളവുകളും കംപ്ലീറ്റ് ചെയ്യാൻ. അതായത് പെട്ടെന്ന് തന്നെ നേരെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷേപ്സ് ഒന്നും കറക്റ്റായിട്ട് കിട്ടുകയില്ല. ഇതുപോലെ തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇടയ്ക്കൊന്ന് സൂചി കുത്തി നിർത്തിയിട്ട് വേണം ഓരോന്നും ചെയ്തു നോക്കാൻ. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിരുന്ന ആ ഒരു നൂല് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉള്ളിലുള്ളത് ചെയ്യാൻ വേണ്ടി ഈ ഒരു യെല്ലോ കളർ, കുറച്ച് ഡാർക്കായിട്ടുള്ള യെല്ലോ ആണ് എടുക്കുന്നത്. ഇതുപോലെയാണ് നൂല് എടുത്തു കൊടുക്കേണ്ടത്. ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുണ്ട്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഒന്ന് ശരിക്കും കാണിക്കുന്നത്. ഈ ഒരു വീല് നമുക്ക് ഇതുപോലെ പൊക്കി കൊടുത്താലാണ് ആ ഒരു ഭാഗത്തുള്ള സംഭവം ഒന്ന് മുകളിലേക്ക് ആയി കിട്ടുക. അതിനുശേഷം വേണം നമ്മൾ നൂല് എടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കുക. അകത്തുള്ളത് ചെയ്യാനായി നമുക്ക് സി ഓപ്ഷനിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഓൾറെഡി ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് സി ഓപ്ഷനിൽ ഒന്ന് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതുപോലെ എല്ലാ ഭാഗങ്ങളും ഒന്ന് സിമ്പിളായിട്ട് തന്നെ ഫിൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പെറ്റൽസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനുമൊന്നും ഒരിക്കലും സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും മിസ് ചെയ്യാതെ തന്നെ എൻ്റെ ചാനലിലെ ബാക്കിയുള്ള വീഡിയോസും കാണണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.